ഓക്കെ, നമ്മളിപ്പം നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫേസ് ഡയഗ്രാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഫേസ് ഡയഗ്രാം മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്കാണ് ഫേസ് ഡയഗ്രാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തും ടെമ്പറേച്ചറും കോമ്പോസിഷനും വെച്ചിട്ട് അലോയ് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു കോപ്പർ നിക്കൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന വിചാരിക്കുക. കോപ്പറും നിക്കലും ചേർത്തിട്ടുള്ള അലോയ് നമ്മൾ ചൂസ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള ഒരു അലോയ് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് കോമ്പോസിഷൻ, ഡിഫറെന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അലോയ് 1000 ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, 1250 ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെ ബിഹേവ് ചെയ്യും. അതുകൂടാതെ ഫോർ എക്സാമ്പിൾ കോപ്പർ നമ്മൾ ഒരു 50% കോപ്പർ എടുക്കുന്നു, അടുത്ത 50% നിക്കൽ എടുക്കുന്നു. അങ്ങനെ ഒരു അലോയ്, അല്ലെങ്കിൽ 25% കോപ്പറും 75% നിക്കലും നമ്മൾ എടുക്കുന്നു. ആ ഒരു അലോയ് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് ഡയഗ്രാം നമ്മൾ പഠിക്കുന്നത്. തൽക്കാലം നമ്മൾ ഫേസ് ഡയഗ്രത്തിന്റെ ഒരു സിമ്പിൾ ഫേസ് ഡയഗ്രാം എക്സാമ്പിൾ ആദ്യം നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മളൊരു നല്ലൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ കടക്കും. ഞാൻ വീണ്ടും ഇവിടെ ആദ്യം നിങ്ങൾക്ക് എടുക്കുന്നത് കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാമാണ്. കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാം. അപ്പൊ അതിനെ വളരെ സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഫേസ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ആക്സിസ് ഉണ്ടാവും. ഒരു ആക്സിസിൽ ടെമ്പറേച്ചർ ആയിരിക്കും, നമ്മുടെ എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിഷൻ ആയിരിക്കും. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ ചെറിയ ഉദ്ദേശങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം കോപ്പറിന്റെ ലൈനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇത് ഞാൻ നിക്കലിന്റെ ലൈനായിട്ട് ഞാൻ ചൂസ് ചെയ്യും. ഇവിടെ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു നമ്മൾ 1000 ഡിഗ്രി സെൽഷ്യസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ 1100, 1200 അങ്ങനെ ഇവിടെ വാല്യൂസ് പോകുന്നു വിചാരിക്കും. ഇവിടെ നമ്മൾ 10, 20, 30, 40, 50 അങ്ങനെ ഇവിടെ 100 എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചു വരുന്ന സമയത്ത് ഇപ്പം ഏകദേശം ഒരു 1085 ആണ് കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1453 ഡിഗ്രി സെൽഷ്യസ് ആണ് നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ 1085 കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കോപ്പർ എന്താകും, മെൽറ്റ് ആവും, ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതേസമയം നിക്കലിന്റെ കേസ് എടുക്കുമ്പോൾ അത് 1453 മേലെ ലിക്വിഡും അതിന് താഴെ ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ അത് സോളിഡും ആയിരിക്കും. സ്വാഭാവികമായിട്ടും കോപ്പർ നിക്കൽ കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അലോയ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. അതായത് ഈ ഒരു പർട്ടിക്കുലർ അലോയ് നമ്മൾ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് 30% നിക്കൽ. ഈ ഒരു അലോയ് മീൻ ചെയ്യുന്നത് 30% നിക്കൽ, ബാക്കി 70% കോപ്പറാണ്. 30% നിക്കലും ബാക്കി 70% കോപ്പറുമാണ്. ഇവിടെ 1085 കോപ്പർ എന്ന് പറഞ്ഞ പോലെ പ്യുവർ നിക്കൽ, പ്യുവർ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള വാക്കല്ല, 100% നിക്കലാണ്. ഫസ്റ്റ് ലൈൻ, നമ്മുടെ ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ, ഈ പർട്ടിക്കുലർ വെർട്ടിക്കൽ ലൈൻ ഉദ്ദേശിക്കുന്നത് പ്യുവർ കോപ്പറാണ്, അത് 100% കോപ്പറാണ്. ഈ പർട്ടിക്കുലർ വെർട്ടിക്കൽ ലൈൻ ഉദ്ദേശിക്കുന്നത് 100% നിക്കലാണ്, പ്യുവർ നിക്കലാണ്. അതുപോലെ അതിന് ഒരു പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായതുപോലെ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ടാണോ അത് മെൽറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഓരോ
particular alloy composition. ഇതെല്ലാം ഓരോരോ അലോയിയാണ്. ഇത് 50% നിക്കലും 50% കോപ്പറുമാണ്. 50% കോപ്പറുമാണ്. ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ 10% നിക്കലും ബാക്കി 90% കോപ്പറുമാണ്. ഇതിനെല്ലാം ഇതുപോലെ 1085 കോപ്പറിന് പറഞ്ഞ പോലെയും 1453 നിക്കലിന് പറഞ്ഞ പോലെയും ഒരു മെൽറ്റിംഗ് പോയിന്റോ ഒരു പർട്ടിക്കുലർ പോയിന്റോ, അതായത് സോളിഡ് എന്നുള്ളത് ലിക്വിഡ് ആകുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണോ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട്. നമുക്കതറിയണം. ഇതിങ്ങനെ എക്സ്പെരിമെന്റലി നോക്കിയ സമയത്ത് പ്യുവർ കോപ്പറും പ്യുവർ നിക്കലും അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത പോലെ ഈ അലോയ് മെൽറ്റ് ചെയ്യത്തില്ല. അലോയ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. കംപ്ലീറ്റ്ലി മെൽറ്റ് ചെയ്ത് മാറുന്നത് വേറൊരു ടെമ്പറേച്ചറിലായിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും കംപ്ലീറ്റ്ലി മെൽറ്റ് ചെയ്ത് തീരുന്നത് വേറൊരു പോയിന്റിലായിരിക്കും. അപ്പം ഇവിടെ 1085 എന്നൊരു പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് പറയാൻ ഇതിന്റെ ഇടയിലുള്ള അലോയ്ക്ക് പറയാൻ സാധിക്കില്ല. അത് ഒരു പർട്ടിക്കുലർ ഗ്രാഫ് പോലെ ആയിരിക്കും ഇരിക്കുക. ഒരു പർട്ടിക്കുലർ ഗ്രാഫ് പോലെ ആയിരിക്കും ഇരിക്കുക. ഇത് മീൻ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ, നമ്മുടെ ഈ പർട്ടിക്കുലർ അലോയ് നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കംപ്ലീറ്റ്ലി അത് മെൽറ്റ് ചെയ്യില്ല. പകരം അത് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴായിരിക്കും കംപ്ലീറ്റ്ലി മെൽറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ലൈനിന് താഴെ കിടക്കുന്ന റീജിയണിലെല്ലാം, ഈ ഒരു പർട്ടിക്കുലർ ലൈനിന് താഴെ കിടക്കുന്ന റീജിയണിലെല്ലാം ഇത് സോളിഡ് ആയിരിക്കും, സോളിഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഈ ലൈനിന് മേളിലുള്ള ഭാഗത്തെല്ലാം ഇത് ലിക്വിഡ് ഫേസിലായിരിക്കും ഇരിക്കുക. അതേസമയം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഭാഗത്ത് അവിടെ സോളിഡും ഉണ്ടായിരിക്കും ലിക്വിഡും ഉണ്ടായിരിക്കും, സോളിഡും ഉണ്ടായിരിക്കും ലിക്വിഡും ഉണ്ടായിരിക്കും. അപ്പോ ഇതാണ് ഫേസ് ഡയഗ്രാം. ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ഡയഗ്രാം നമ്മൾ പഠിക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിന്റെ ഒരു ഫേസ് ഡയഗ്രാം, കോപ്പർ നിക്കൽ സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാമാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. കുറച്ചുകൂടെ ഗ്രാഫ് ഞാൻ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാമാണ്. അപ്പോൾ നോക്കുക, ഞാനിവിടെ കുറച്ച് വാക്കുകളും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. കമ്പോണന്റ് എന്നൊരു വാക്ക് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം. കമ്പോണന്റ്. ഈ കേസിൽ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് നിക്കലാണ്. കോപ്പറും നിക്കലുമാണ് കമ്പോണൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ടെർമിനോളജി അസോസിയേറ്റഡ് വിത്ത് ഫേസ് ഡയഗ്രാം. Then phase transformations. Then ഈ ഫേസ് ഡയഗ്രത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? കോമൺ ആയിട്ടുള്ള ഫേസ് ഡയഗ്രംസ് ഏതൊക്കെയാണ്? ഇനി മൈക്രോ സ്ട്രക്ചർ, ലാസ്റ്റ് നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മൈക്രോ സ്ട്രക്ചർ ഇവല്യൂഷൻ. ഇത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിന്നും താഴേക്ക് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് മൈക്രോ സ്ട്രക്ചറിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കും. ഈ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്
ബേസിക് ആയിട്ടുള്ള ഫേസ് ഡയഗ്രാംസ് ആണ്. അതിൻ്റെ അകത്ത് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ലിക്വിഡ് ടു സോളിഡ് സ്റ്റേറ്റോ സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പം ലിക്വിഡ്സ് ടു സോളിഡും ലിക്വിഡും ആയിട്ടുള്ള ഭാഗത്തേക്കുള്ള ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസിക് ടെർമിനോളജീസ് നമുക്ക് ആദ്യം പഠിക്കണം. ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഫേസ് ഡയഗ്രത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കമ്പോണന്റ് എന്നുള്ള വാക്ക് പറഞ്ഞു, അത് കോപ്പർ, നിക്കൽ. ഈ ഒരു എക്സാമ്പിളിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ കോപ്പറും നിക്കലുമാണ്. കോപ്പറും നിക്കലുമാണ്. നിങ്ങളുടെ എക്സ് ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ അത് കോമ്പോസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ അത് കോപ്പറിന്റെ ലൈനാണ്. ഈ ഒരു പർട്ടിക്കുലർ ലൈൻ നിക്കലിന്റെ ലൈനാണ്. അതായത് ഇവിടെ കോപ്പറിന്റെ വാല്യൂ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് 100%-ൽ നിന്നും 0%-ലേക്ക് എത്തും. നിക്കലിന്റെ വാല്യൂ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് 0%-ൽ നിന്നും 100%-ലേക്ക് എത്തും. വെയിറ്റ് പെർസെൻറ്റേജ് ആണ്. അതായത് കോപ്പറിന്റെയും നിക്കലിന്റെയും വെയിറ്റ് പെർസെൻറ്റേജ് എപ്പോഴും 100 ആയിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു അലോയ് ചൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, ഫസ്റ്റ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എടുക്കുകയാണെങ്കിൽ അത് പ്യുവർ കോപ്പറാണ്. ഇനി അതേസമയം 20 എന്നുള്ള പർട്ടിക്കുലർ ലൈൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ പർട്ടിക്കുലർ ലൈൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 20% നിക്കലും ബാക്കി 80% കോപ്പറും ഉള്ള ഒരു അലോയ് ആണ്. ഇനി 40യുടെ അവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 40% നിക്കലും ബാക്കി 60% കോപ്പറും ഉള്ള അടുത്ത അലോയ് ആണ്. അങ്ങനെയാണ് നമ്മുടെ എക്സ് ആക്സിസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ മാറിപ്പോവാൻ പാടില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ കമ്പോണന്റ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടേമാണ് സിസ്റ്റം. അടുത്തൊരു ടേമാണ് സിസ്റ്റം. സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം അയൺ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് അലോയുടെ സിസ്റ്റമാണ്. വെറൈറ്റി ഓഫ് അലോയ്സ്. അതൊരു സിസ്റ്റം എന്നാണ് നമ്മളതിനെ വിളിക്കുക. പിന്നെ ശ്രദ്ധിച്ചേ, കോപ്പറും നിക്കലും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ഫേസ് ഡയഗ്രത്തിൽ ഈ ഒരു പോർഷൻ ആൽഫ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെല്ലാം സോളിഡ് ഫേസുകളെയാണ്. ആൽഫ എന്ന് ഉപയോഗിച്ചുള്ള, അല്ലെങ്കിൽ നമ്മൾ പല ആൽഫ വരും, ബീറ്റ വരും, ഗാമ വരും. ഇതെല്ലാം ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് സോളിഡ് ഫേസുകളെ ഡിഫൈൻ ചെയ്യാനാണ്. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈക്രോ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് FCC ആയിട്ട് BCC മാറുന്നതനുസരിച്ച് ഒരേ കാര്യം, അയണിന്റെ കേസിൽ അത് FCC ആയിട്ടും BCC ആയിട്ടും ഒക്കെ അത് അതിന്റെ പോളിമോർഫിക് ഫോംസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞിട്ട് പല വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പോ ഇവിടെ നമ്മൾ കോപ്പറിന്റെയും നിക്കലിന്റെയും സോളിഡ് സൊല്യൂഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ ഓറഞ്ച് ലൈനിന് താഴെയുള്ളത്. കോപ്പറിന്റെയും നിക്കലിന്റെയും സോളിഡ് സൊല്യൂഷൻസ് ആണ്. കോപ്പർ നിക്കൽ സോളിഡ് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ഈ ഓറഞ്ച് ലൈനിന് താഴെ കാണുന്നത്. സോളിഡ് സൊല്യൂഷൻ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്. കോപ്പറും നിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അയണും കാർബണും ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വേറൊരു ടേമാണ് നമുക്ക് പഠിക്കേണ്ടത്, സോല്യൂബിലിറ്റി ലിമിറ്റ്. നമുക്ക് ഇതിനെപ്പോഴും ഒരു പരിധിയുണ്ട്. അതായത് ഒരു സോൾവെന്റിനോട് സൊല്യൂട്ട് ആറ്റംസ് ചേർക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
അത് ആ പരിധിയെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സോലിബിലിറ്റി ലിമിറ്റ് ആണ്. സോലിബിലിറ്റി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, സോലിബിലിറ്റി ലിമിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു അനദർ കോമ്പൗണ്ട് ആയിട്ട് മാറും, അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേഷൻ പോലെ സംഭവങ്ങൾ നടക്കും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കോമ്പൗണ്ട് ആയിട്ട് അത് നിൽക്കും. ഏതാ? സൊല്യൂട്ട് ആറ്റംസ്. ഒരു പരിധിയുണ്ട് സൊല്യൂട്ട് ആറ്റംസിനെ സോൾവെന്റ് ആറ്റത്തിനോട് ചേർക്കാൻ വേണ്ടി. അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ഡയഗ്രാം. അതായത് നമ്മൾ നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങളിവിടെ സോലിബിലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡയഗ്രാം നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോലിബിലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡയഗ്രാം, ഞാനിവിടെ ഒരു ഗ്രാഫ് ഇവിടെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിന്റെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ഒരു റീജിയണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സോലിബിൾ ആവില്ല. ഇത് സോലിബിലിറ്റി ലിമിറ്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ട്, കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ട്. സോലിബിലിറ്റി ലിമിറ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. അതായത് സോലിബിലിറ്റി ലിമിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഈ സോളിഡ് സൊല്യൂഷൻ സോലിബിൾ ആവും. ഇപ്പം വെള്ളത്തിനോട് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു സിറപ്പ് പോലെ, ആ ഒരു സൊല്യൂഷൻ പോലെ അത് കിടക്കും. അതേസമയം ഈ സോലിബിലിറ്റി ലിമിറ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സൊല്യൂട്ട് ആറ്റംസിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, അത് സോളിഡ് ഷുഗർ ആയിട്ട് തന്നെ കിടക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കാൻ ഉള്ളതാണ്. ദെൻ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ടേമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഫേസ്. നമുക്കൊരു ടേമും കൂടെ നമുക്കിവിടെ പഠിക്കാനുണ്ട്, ഫേസ്. നമുക്കറിയാം, ജനറലായിട്ട് നമുക്ക് ലിക്വിഡ് ഫേസ് ഉണ്ടെന്നറിയാം. നമ്മളത് ഫേസ് ഡയഗ്രത്തിൽ എല്ലെന്ന് നമ്മൾ പറയും. ദെൻ സോളിഡ് ഫേസുകൾ ഉണ്ട്. അത് നമ്മൾ BCC FCC ഒക്കെ മാറുന്നതനുസരിച്ച് നമ്മൾ ഗ്രീക്ക് ലെറ്റേഴ്സ് പലതും ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. BCC ആയിട്ടുള്ള സോളിഡ് ഫേസിനെയും FCC ആയിട്ടുള്ള സോളിഡ് ഫേസിനെയൊക്കെ നമ്മൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വേറെ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ചില കേസിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സോളിഡ് ഫേസ് രണ്ട് ഫേസുകൾ വരുന്ന ഭാഗങ്ങളുണ്ടാവും. അത് ആൽഫ ഫേസും അല്ലെങ്കിൽ സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും കൂടെ വരുന്ന ഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു ഫേസ് ഡയഗ്രാം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്.